നെല്ലിയാമ്പതിയിൽ നിന്നും നെന്മാറയിലേക്ക് വരുന്ന KSRTC ബസ്സിൽ അപകടത്തിൽപ്പെട്ടത് മൂലം ഏകദേശം 72ഓളം പേർ വരുന്ന യാത്രക്കാരുമായി വരുന്ന ബസ്സിന്റെ ബ്രേക്ക് ഡൗൺ ആയതാണ് അപകടത്തിന് കാരണം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡ്രൈവറുടെ മനസാന്നിധ്യവും അതുപോലെ തന്നെ യാത്രക്കാരും ഒരുപോലെ സഹകരിച്ചുകൊണ്ട് വരുമ്പോൾ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞ ഒരു ബൈക്ക് കുറുകെ വന്നതിന് അവരെ രക്ഷിക്കാനുള്ള തത്രപ്പാടിനിടയിലാണ് ബസ് മറിയാൻ കാരണമായത്. ഒരു സ്ത്രീ, അതായത് നെല്ലിയാമ്പതിൽ ഓറഞ്ച് ഫാമിൽ വർക്ക് ചെയ്യുന്നതായിരുന്ന ഒരു സ്ത്രീയാണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. 6ഓളം പേർക്ക് ഗുരുതരമായ പരുക്കുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും MLAയുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സ്, പഞ്ചായത്ത് അധികൃതർ, പഞ്ചായത്ത് ഭരണസമിതി, അതുപോലെ തന്നെ മറ്റ് പ്രാദേശിക ജനങ്ങൾ എല്ലാവരുടെയും നിസ്തൂലമായ പ്രവർത്തനങ്ങൾ മൂലം അടിയന്തര സഹായവും സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെല്ലിയാമ്പതിയിലെ KSRTC ബസ് മറിഞ്ഞ ആ ദൃശ്യങ്ങളിലേക്കാണ് നാം പോകുന്നത്. നമ്മുടെ ലൈവിലുള്ളത് കേരള കോൺഗ്രസ് എസിൻ്റെ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള ശ്രീ രാമദാസ് അവറുകളാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുമോ? സംഭവിച്ചത് 72 പേരുമായിട്ട് വണ്ടി നെല്ലിയാമ്പതിയിലിരുന്ന് നെന്മാറയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഡ്രൈവർ സൈഡ് ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഒരു ബൈക്ക് കയറി വന്നു. ആ ബൈക്കുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വണ്ടി കുറച്ചുകൂടെ സൈഡ് ഒതുക്കി. അപ്പോൾ ആ വണ്ടി തെന്നി മാറിയിട്ട് ഒരു ഇറക്കത്തിലോട്ട് മറിയുക മാത്രമല്ല മരത്തിൽ തങ്ങിയതുകൊണ്ട് തേക്ക് മരമുള്ള കാട്ടിക്കാണ് ഇറങ്ങിയത്. ഗുരുതരാവസ്ഥയിൽ നിന്നും വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. അതിൽ ഒരു സ്ത്രീ മാത്രം മരിക്കുകയും ബാക്കി 6 പേരെ ഗുരുതരമായ പരിക്കുകളോടെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ബാക്കി നെന്മാറ ഹോസ്പിറ്റലും അവറ്റീസ് ഹോസ്പിറ്റലും ആക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ MLAൻ്റെ നേതൃത്വത്തിലും ഇവിടെയുള്ള ജനങ്ങളുടെ നേതൃത്വത്തിലും അതിൻ്റേതായ സമയങ്ങളിൽ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പരമാവധി സ്പീഡിൽ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഒരു 6 പേർക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നിലവിൽ ഇനി എത്ര പേർക്ക് കൂടുതൽ പരിക്കുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല.